enemy. You better watch out if your enemy's a road ahead of full prophecy to be the greatest beast the world has ever seen. I feed him every day like the bones clean. I feed him all the hate and he goes me and he gets claws real big pissed off. കുറച്ച് നാളായിട്ട് 2 ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ മേടിച്ചാണ് 2 ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് പ്രത്യേകം പറഞ്ഞ് മേടിച്ചാണ്. മീനിൻ്റെ പേരെന്താണെന്ന് എന്നോട് ചോദിക്കുന്നത് അറിയത്തില്ല. അത് ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്പൈസി ഇല്ലാത്ത രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്പൈസി കുറച്ച് രീതിയിൽ ചെയ്യുന്നതെന്ന് പറയും ഫിലിപ്പീൻസിൻ്റെ 2 ഫ്രണ്ട്സ് നമ്മൾ കണ്ട് അവർക്ക് അത്ര സ്പൈസി അത്ര ഇഷ്ടമല്ലാത്തത് അവർ യൂസ് ചെയ്തില്ല. അപ്പം അവർക്ക് നമ്മുടെ സ്പൈസി വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ അത് കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫിഷ് നമ്മൾ സ്പൈസി ഇല്ലാത്ത രീതിയിൽ നോർമലി പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതും ഇഞ്ചിയും വെളുത്തുള്ളിയും സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പും കുറച്ച് പെപ്പറും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നാരങ്ങ നീര് ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഗ്രില്ലടിക്കാൻ മസാല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മുടെ ഇതിൽ മസാല പുരട്ടി ഉള്ള ഫിഷ് ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. This world ain't right, won't accept it. Negative energy, I expect it. Once it's in your mind, it's infectious. So fight for your life and reject it. You better give me space, I'm protective. My adrenaline spikes when I'm threatened. And if you stay in my way, I'm aggressive. Cause when there's no exit, I'll kill when I'm desperate. ഫിഷ് നല്ല രീതിയിൽ നല്ലോണം വരയണം കേട്ടോ. നല്ല രീതിയിൽ എനിക്ക് മാത്രമേ മസാല നല്ലോണം അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുള്ളൂ. അപ്പം ഞാനത് നല്ലോണം വരങ്ങി നല്ല ഡീപ്പായിട്ട് നല്ലോണം മാംസം നല്ലോണം വരഞ്ഞെടുക്കുക. 2 സൈഡ് നമ്മളത് നടുക്കൂടെ കട്ട് ചെയ്താണ് മേടിച്ചത്. ഗ്രില്ലടിക്കാനായതുകൊണ്ട് അവരോട് കടയിൽ പറഞ്ഞു അവർ അങ്ങനെ പ്രത്യേകം കട്ട് ചെയ്ത് തന്നെയാണ്. നമ്മളിതിൽ മസാല ചേർത്തിരിക്കുന്നത് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അതും, പിന്നെ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ കുടംപുളി ഉണ്ടല്ലോ, കുടംപുളിയുടെ വെള്ളം ചേർക്കുന്നുണ്ട്. അതേപോലെ ഉപ്പ്. ഇത്രയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. പുളി ചേർക്കുന്നത് നല്ലതാണ്. പുളി അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് പുളി ചേർത്തിട്ട്. അതിപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും പുളിവെള്ളം ചേർക്കുന്നത് നല്ലതാണ്. എല്ലാമണും കൂടെ ഫിഷിൽ നല്ലോണം അതിൻ്റെ നീര് ഒഴിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നല്ല രീതിയിൽ മസാല നല്ല രീതിയിൽ ഫിഷിൽ നല്ലോണം അപ്ലൈ ചെയ്യുക. അത് 2 സൈഡും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇടുന്നത് നല്ലതാണ്.
me. You better watch out if your enemy's a road ahead of full prophecy to be the greatest beast the world has ever seen. I feed him every day like the bones clean. I feed him all the hate and he grows me. And he gets claws real big, pissed off quick. And if you cross him, you might drop dead. Metaphorically, of course, settling the score, never getting bored. Loves the blood and gold. ഇപ്പോൾ നമ്മൾ ഫുള്ള് മസാല തേച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അലൂമിനിയം ഫോയിലിൽ നമ്മളത് ഊറ്റിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അത് ഫ്രീസറിൽ വെക്കരുത്, നോർമലി ചെറിയ തണുപ്പിലുള്ള ഇതിൽ വെക്കാവേ. ഒരു ദിവസം വെക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആ മസാലയൊക്കെ ഒന്ന് നല്ലോണം സെറ്റായി ആ സ്കിന്നിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെക്കുന്നത് നല്ലതാണ്. നമ്മളത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ എടുക്കുന്നത് അത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ എടുക്കാവേ. When there's no exit, I'll kill when I'm desperate. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. അത് ഇതൊക്കെ ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തണുത്ത കാറ്റായിരുന്നു ആ ടൈമിൽ. അതുപോലെ വിറക് കത്തുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണ്, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇത് ചിക്കനും നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ചിക്കനും സെയിം മസാല തന്നെയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുക, അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി. അധികം സ്പൈസി ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയത്, കാരണം ഫിലിപ്പീൻസ് അവർ രണ്ടുപേരോട് ഉള്ളതുകൊണ്ട് അവർക്കത് അത്ര സ്പൈസി ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ സ്പൈസി കുറച്ചാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിപ്പം നമ്മൾ ഫിഷ് രണ്ടായിട്ടാണ് ഉണ്ടാക്കിയത്. രണ്ട് ഗ്രില്ലടിക്കുന്ന ഇതുണ്ടായിരുന്നു, രണ്ട് ഇതിലായിട്ടാണ് ഉണ്ടാക്കിയത്. ഇതാണ് ഫിഷിൻ്റെയാണ് സംഭവം. അത് നമ്മൾ അലുമിനിയം ഫോയിൽ മാറ്റിയിട്ട് വേറൊരു ഗ്രില്ല് വെച്ചിട്ട് അതിൽ രണ്ട് സൈഡും തിരിച്ചിടാൻ നമുക്ക് ഒരേ ടൈമിൽ തന്നെ തിരിച്ചിടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. കാരണം അലുമിനിയം ഫോയിലിൽ വെച്ച് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേവ് അത് കറക്റ്റ് ആകത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഗ്രില്ല് വേറെ സെപ്പറേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വേവ് നല്ല ടേസ്റ്റി ആയിരുന്നു. അതേപോലെ ഗ്രില്ലടിക്കുമ്പം നമ്മൾ പരമാവധി തീ കുറച്ച് ആ കനല് മാത്രമായിട്ട് അധികം കനലിൻ്റെ ആവശ്യമില്ല. നോർമൽ ഇതിൽ സെറ്റ് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓയിൽ ചെറുതായിട്ട് ഒന്ന് മുകളിൽ ഒഴിച്ച്, ഓവർ ഓയിൽ വേണ്ട, കാരണം അതിൻ്റെ ആവശ്യമില്ല. നോർമലി ആയിട്ട് നമ്മൾ ഓയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ അത് നല്ലോണം മുരിങ്ങി കിട്ടത്തില്ല. ഞാനതിൽ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കന് ഒരു സൈഡ് നല്ലോണം ഒന്ന് കില്ലായതിന് ശേഷം അടുത്ത സൈഡ് ഇടുന്ന ടൈമിൽ നമ്മൾ ഓയിൽ കുറച്ച്, നമ്മളത് മസാല അടിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് മസാല ചെയ്യുന്ന ടൈമിൽ തന്നെ. അതുകൊണ്ട് ഓവറായിട്ട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പം ഇതുപോലെ ഇതിലൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം.
എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഓക്കെ, താങ്ക് യു.